തിരുവനന്തപുരത്ത് അരങ്ങേറുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. അവസാന ദിനത്തിൽ 10 മത്സര ഇനങ്ങളുണ്ട്. 10 മത്സരങ്ങൾ അവസാനിക്കാനിരിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് 965 പോയിന്റുമായി മുന്നിലുള്ളത്. സമാപന ചടങ്ങ് ഇന്ന് വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. സമാപന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ടൊവിനോയും ആസിഫ് അലിയും പങ്കെടുക്കുന്നുണ്ട്. 24 പവലിയിൽ നിന്ന് സ്മിത ഹരിദാസ്, അതുപോലെ പോയിന്റ് ഇതിലുള്ള വിശദാംശങ്ങളുമായി ഷബീദ് റാവുത്തർ, അവസാന ദിനത്തിലെ മത്സരങ്ങളുടെ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ്, സമാപന ചടങ്ങും അതുപോലെ ബന്ധപ്പെട്ട ചലച്ചിത്ര താരങ്ങളുടെ വരവും ഒക്കെയായിട്ട് സലീം മാലിക് കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം സ്മിത ഹരിദാസിലേക്ക്. നമ്മുടെ പവലിയൻ 24 പവലിയനിലാണ് സ്മിത ഹരിദാസ് ഉള്ളത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പ്രിയപ്പെട്ടവരെ, പറയൂ സ്മിത, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇവിടെ നല്ല ചൂടാ, കലാശക്കൊട്ടിന്റെ ചൂട് അങ്ങനെ പൊടി പൊടിക്കുന്ന. ഇന്നിപ്പോ തീ പാറും. കാരണം നമ്മുടെ പവലിയന് മുന്നിലൊക്കെ നല്ല ചൂടുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഓരോ മത്സരാർത്ഥികൾ നമ്മുടെ പ്രധാന വേദിയിൽ ഇപ്പോൾ നാടോടി നൃത്തം പുരോഗമിക്കുന്നുണ്ട്. മോണോ ആക്ട് ഉണ്ട്, കോൽകളിയുണ്ട്, അങ്ങനെ കഥാപ്രസംഗമുണ്ട്. അങ്ങനെ ഒരുപാട് മത്സര ഇനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ചൂടേറിയ തീ പാറുന്ന പോരാട്ടമാണ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂർ തൊട്ട് മുന്നിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ തൃശ്ശൂർ എത്തിയിരിക്കുന്നു. പാലക്കാടും കണ്ണൂരും തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. നമ്മൾ ഈ ചൂട് ഒട്ടും കുറയാതെ ഒരു മിടുക്കി കുട്ടി വന്നിട്ടുണ്ട്. അതുപോലെ ആ കോൽക്കളി ടീമും നമ്മൾക്കൊപ്പം ഈ ചൂട് വകവയ്ക്കാതെ റെഡിയായി നിൽക്കുന്നു. മോളുടെ പേരെന്താ? ഋതിക മോണാക്ട് ആണല്ലേ മോളെ? അതെ അതെ, ഞാൻ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. ഒരു നല്ലൊരു ഐറ്റാണ്. എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് മോള് ഇവിടെ പങ്കുവെച്ചത് അല്ലേ, മോണോ ആക്ട്. അപ്പൊ അതിലേക്ക് എന്താണെന്ന് പറഞ്ഞോളൂ. ഞാനിതിൽ ചെയ്ത കണ്ടന്റ് ഈ അടുത്തിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാം വിരലിന്റെ ഓപ്പറേഷനായി എത്തിയ കുട്ടിയെ നാവിന് ഓപ്പറേഷൻ ചെയ്ത ഒരു സംഭവവും, അതുപോലെ ആലുവയിൽ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്ന മകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവവും കൂടെ കമ്പൈൻ ചെയ്ത് അല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവമാണ് അല്ലേ. അപ്പൊ ചെയ്തോളൂ മോൾ. നോക്കൂ, ഈ വനിതാ ദിനത്തിൽ പോലും നമുക്ക് മറ്റൊരു വാർത്ത ഇല്ലാതാവുന്നു. വീട്ടിൽ നിന്നും മകളെ കടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിന്റെ വാർത്ത നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല. സാറേ, എന്റെ കൂടെ തന്നെയായിരുന്നു എന്റെ മോള് കിടന്നത്. ഞാൻ ഉറങ്ങായിരുന്നു സാറേ. അമ്മമാർ ഉറങ്ങാൻ പാടുണ്ടോ? ഞാൻ ആ ഒക്കത്തിനും കാരണോ ഞാൻ ഉറങ്ങിപ്പോയിണ്ടല്ലേ മോളാ. എല്ലാരും കൂടി ഞാൻ ഉറങ്ങാൻ പാടില്ല സാറേ. ഇല്ല സാറേ, ഒരിക്കലും ഞാൻ ഉറങ്ങൂല സാറേ. എന്റെ മോളെ ഞാൻ ഉറക്കൂല. മോളെ എണീക്ക് മോളെ. പെൺകുട്ടികൾ ഉറങ്ങിക്കൂടാ, ഒരൊറ്റ പെൺകുട്ടി ഉറങ്ങിക്കൂടാ. നമസ്കാരം, കോഴിക്കോട് നിന്നാണ് പുതിയ ബ്രേക്കിംഗ് ന്യൂസ്. വീണ്ടും ഒരു ചികിത്സാ പിഴവിന്റെ ഇര കൂടി ഉണ്ടായിരിക്കുന്നു. 6ാം വിരലിന്റെ ഓപ്പറേഷനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ പെൺകുട്ടി കഴിഞ്ഞു വന്നപ്പോഴാണ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടിയുടെ അമ്മ നമ്മോടൊപ്പം ചേരുന്നു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിട്ടാ അവരുടെ മുറിക്കാന്ന് വിചാരിച്ചത്. അവരുടെ കാരണം ഓളുടെ അച്ഛൻ ഇട്ടേച്ച് പോയെന്ന് വരെ പറഞ്ഞു. അതുകൊണ്ട് എന്റെ കുട്ടീനെ മിണ്ടാൻ വയ്യാണ്ടാക്കിയില്ലേ എല്ലാരും കൂടി. എന്റെ കുട്ടീനെ മിണ്ടാണ്ടാക്കിയില്ലേ. പെൺകുട്ടിയാന്ന് അറിഞ്ഞപ്പോ മുതല് തുടങ്ങിയതാ ഉപദേശിക്കല്. നല്ലൊരു വല്ലാതെ വേദനിപ്പിച്ചു സത്യം പറഞ്ഞ. ഒരു നീറുന്ന വേദനയാണ് ഇത്തരം അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ. ആരാണ് ഉത്തരവാദി എന്നുള്ളത്. നന്നായി മോളെ. കാരണം ഒരു കല എന്ന് ഉള്ളതും അതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അല്ലേ. വളരെ ഗൗരവമേറിയ വിഷയം. നന്നായി.